ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വനിതാ ഭരണാധികാരികൾക്കുള്ള പങ്കിനെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിരുന്നു. ശാക്തീകരിക്കപ്പെട്ട വനിതാ സമൂഹം എങ്ങനെയാണ് ഒരു പുരോഗമന എല്ലാം കൊണ്ടും സാംസ്കാരിക സാമൂഹിക പുരോഗതി നേടിയ അതുവഴി സാമ്പത്തിക പുരോഗതി നേടുന്ന സമൂഹത്തെ സൃഷ്ടിക്കുന്നതെന്ന് കുടുംബശ്രീ അടക്കമുള്ള മാതൃകകൾ ഉയർത്തി കണ്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു. അവിടെയാണ് അതിസങ്കീർണമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിലേക്കുള്ള വളരെ ചെറിയ ഇടനാഴിയിൽ നമ്മൾ ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. ഓങ് സാൻ സൂ കീയുടേതുണ്ട്, ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടേതുണ്ട്, മെക്സിക്കോയിലെ പുതിയ ഭരണാധികാരിയുടേതുണ്ട്. മുമ്പ് പലപ്പോഴും പറഞ്ഞതുപോലെ യുവാനി സാഞ്ചസിൻ്റെയും നോർത്ത് ഈസ്റ്റിലെ ഇറോം ശർമ്മയിലടക്കമുള്ള പോരാളികളുടെയും ചിന്താകൃഷ്ണനെയും ഒക്കെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മൾ ഈ മുഖമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മമതാ ബാനർജിയിലേക്കും നരേന്ദ്രമോദിയിലേക്കും രാഹുൽ ഗാന്ധിയിലേക്കും എത്തുക. കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഒരിക്കൽ കൂടി സങ്കീർണമാവുകയാണ്. സങ്കീർണമാകുന്നതോടൊപ്പം അത് വിശാലമാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തെ ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയെ ഘടകകക്ഷികളുടെ ആശ്രിതനാക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിലുണ്ട് എന്നുള്ളത് നമ്മൾ മോദിയുടെ പരാജയത്തിലൂടെ അറിഞ്ഞു. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കേണ്ടത്. എത്രമാത്രം തിരിച്ചറിവുകളാക്കുന്നു ഇന്ത്യയിലെ ഭരണാധികാരികൾ എന്നുള്ളത്. അപ്പോൾ മുമ്പുള്ള വീഡിയോകൾ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് നമ്മൾ ആകസ്മികമായി നമുക്ക് കടന്നു വരേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആ വിഷയങ്ങളിലേക്ക് പൊതു തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ്, ജമ്മു കാശ്മീരിലെ അടക്കമുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിന് ജമ്മു കാശ്മീർ പാകമായോ എന്ന് ചോദിച്ചാൽ മതതീവ്രവാദം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു. അവിടെ അതിന് പാകമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും വലിയൊരു സാമൂഹിക ആവശ്യമായിട്ട് തന്നെയാണ് നമ്മളതിനെ കാണേണ്ടത്. അപ്പോൾ ജമ്മു കാശ്മീരിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് എങ്ങനെയാണ് രാജ്യം ഒരുങ്ങുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് മമതാ ബാനർജി എന്ന വ്യക്തിയിലേക്ക് നമ്മൾ പലതുകൊണ്ടും ഒരു പോരാട്ട വീരത്തിൻ്റെ കഥയാണ് മമതാ ബാനർജിയുടെ. ഒരു കൊടും കുറ്റവാളിയായി മാറിയ പൂലൻ ദേവി പലതുകൊണ്ടും ഒരു തിക്താനുഭവങ്ങളുടെ ഒരു ആകത്തുകയാണ്. ആ തിക്താനുഭവങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട്, അവരുടെ പോരാട്ട വീരത്തെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയായിരുന്നത് അവർ തിരഞ്ഞെടുത്ത വഴി അവരെ തിക്താനുഭവങ്ങളിലേക്ക് തള്ളിവിട്ടവർ അതേ വഴിയായിരുന്നു എന്നുള്ളതുകൊണ്ട് മമതാ ബാനർജി പലതുകൊണ്ടും ഒരു വലിയ ബിംബം തന്നെയാണ്. സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളെ ഉയർത്തിക്കാണിക്കുന്നതിന് പകരം നമുക്ക് ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒരു ബിംബമായി ആദർശ ശുദ്ധിയായ ഒരു വ്യക്തിയാണെന്നല്ല പറയുന്നത്. പലപ്പോഴും ഐതിഹാസികമെന്ന് പറയാവുന്ന ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ്. എന്നാൽ ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിയുന്നു എന്നതിനേക്കാൾ ഉപരി നേരത്തെ പൂലൻ ദേവിയെ പറഞ്ഞതുപോലെ താൻ എന്ത് എതിർത്തുവോ അതുതന്നെയായി താൻ മാറുന്നു എന്നുള്ള സങ്കടകരമായ കാര്യമാണ് മമതാ ബാനർജിയിലൂടെ സംഭവിച്ചത്. ഇത് തന്നെയാണ് ഓങ് സാൻ സൂക്കിക്കും സംഭവിച്ചത്. അവർ പട്ടാള ഭരണകൂടത്തോട് സന്ധി ചെയ്തപ്പോൾ ബംഗാളിലെ പഴയ CPM ഗുണ്ടകളോട്, തീവ്ര ഇസ്ലാമികവാദികളോട് അവരോടെല്ലാം സന്ധി എന്നൊരു ഭരണമാണ് മമതാ ബാനർജിയുടെ. ബംഗാളിൻ്റെ അതിർത്തിയിലുള്ള ബംഗ്ലാദേശിൽ ജനാധിപത്യത്തോടല്ല അധികാരത്തോടാണ് ഷേഖ് ഹസീന സന്ധി ചെയ്തത്. ഇത് മൂന്നും
ഒരേ രീതിയിൽ ചേർന്ന് പോകാവുന്നതാണ്. കാരണം ഈ മൂന്നിടത്തും നടന്നത് ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ബംഗ്ലാദേശിൽ മതേതരത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ്. ഇതിലെല്ലാം വിജയിച്ചവരാണ് നമ്മെ പരാജയപ്പെടുത്തിയെന്നുള്ളതാണ് സങ്കടകരമായി. ബംഗ്ലാദേശ് കുടിയേറ്റം ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യൻ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം, ഡാമുകളും വെള്ളവും പുഴയും ചൈനയുടെ അമേരിക്കയുടെ അടക്കമുള്ള താല്പര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം ഉൾപ്പെടുന്ന ബംഗ്ലാദേശ് ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെ എങ്ങനെ നിർണ്ണയിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുന്നു. എന്നാൽ അത് പ്രധാനപ്പെട്ടതാവുന്നത് ഇന്ത്യ മുന്നണിയിലെ ഒരുപക്ഷെ ഏറ്റവും വ്യക്തിത്വമുള്ള നേതാവ് എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മമതാ ബാനർജി. സ്വന്തം മണ്ഡലത്തിൽ, അതായത് ബംഗാളിൽ ഒരുപാട് മതജാതി സമവാക്യങ്ങളോടും പഴയ ചില കൊടും ക്രിമിനലുകളോടും വലിയ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ദേശീയ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസം എന്ന വലിയ തിന്മയെ ഒറ്റക്കെടുത്ത വ്യക്തി എന്നുള്ള തൻ്റെ അസ്തിത്വം അവർ നിലനിർത്തിക്കുന്നു. അവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഏത് രീതിയിൽ കടത്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ DMK ഒഴിച്ചുള്ള പ്രാദേശിക കക്ഷികൾക്ക് ഒന്നും തങ്ങളുടെ രാഷ്ട്രീയ ഭൂമികയിൽ ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നതിന് സമാനമായ വെള്ളം കലക്കി മീൻ പിടിക്കുന്ന BJPയുടെ നയങ്ങൾ മാത്രമാണ് ശരത് പവാറിനെ പോലുള്ള ആളുകളെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് നിലനിർത്തുന്നത്. പുകച്ചു പുറത്തു ചാടിച്ചും പ്രലോഭിച്ച് വിലയ്ക്ക് വാങ്ങിയുമെല്ലാം രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപവൽക്കരിച്ച BJP തന്നെയാണ് ശരത് പവാറിനെ നിലനിർത്തിയതെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടത്. അത്തരം ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ പ്രത്യക്ഷത്തിൽ എതിരാളികളൊന്നും ഇല്ലാത്ത ഒരേ ഒരു പ്രാദേശിക കക്ഷി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ DMK ആണ്. അവിടെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ ദേശീയത എന്ന വികാരം ഏറ്റവും കുറച്ച് മനസ്സിലാക്കുന്ന ഒരു സമൂഹമാണ് അവിടുത്തെ പ്രശ്നം എന്നുള്ളത്. അവിടെയാണ് നമ്മൾ മമതാ ബാനർജിയുടെ പതനത്തിലേക്ക് വരുന്നത്. മമതാ ബാനർജിയുടെ പതനത്തിലൂടെ സംഭവിക്കാൻ പോകുന്ന അതെന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾ മാറുന്നു എന്നുള്ളതാണ്. ഉത്തർപ്രദേശും ഹരിയാനയും പഞ്ചാബും മാത്രമല്ല, കേരളവും ആന്ധ്രാപ്രദേശും ബംഗാളും നോർത്ത് ഈസ്റ്റും എല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം എന്നുള്ള ധാരണയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ട് ഡൽഹിയിലെ അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഉള്ള എല്ലാ നേതൃത്വങ്ങളും എത്തിയിട്ട് വളരെ കുറച്ച് കാലമേ ആവുന്നു. ആ ധാരണകളാണ് മായാൻ പോകുന്നത്. മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞ പോലെ മമതാ ബാനർജിയുടെ വീഴ്ച അനിവാര്യമാണ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വഴി അവിടെ BJPക്ക് തുറക്കുന്നെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഹിന്ദു വോട്ടുകളിലേക്ക് BJPക്ക് ഇനി എങ്ങനെ കടന്നു ചെല്ലും എന്നിടത്താണ് ബംഗാളിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ. വർഗീയ കലാപങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അവിടേക്കുള്ള BJPയുടെ കടന്നുകയറ്റത്തിനാണ്, ആ കടന്നുകയറ്റം എത്രമാത്രം സുഗമമാകുമെന്നുള്ളതും ആ കടന്നുകയറ്റത്തെ കോൺഗ്രസ് എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ. കാരണം ബംഗാൾ എല്ലാം കൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ്. ഒരുപക്ഷെ ഈ ഉപഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഭൂഖണ്ഡം എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഈ ദക്ഷിണേന്ത്യയിലെ സ്ഥാനത്ത് സമാനമാണ്. ഇന്ത്യ തകരാതെ നിൽക്കേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആവശ്യമാണ് എന്നതുപോലെ തന്നെയാണ് ബംഗാളിൻ്റെ കാര്യം. വളരെ നേർത്ത ഒരു സമവാക്യം, വളരെ നേർത്ത ഒരു അതിരുകളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭൂവിഭാഗമാണ് ബംഗാളിൽ നിന്ന് പറയുന്നത്. അത്രയൊന്നും സങ്കീർണമല്ലാത്ത അവിടുത്തെ രാഷ്ട്രീയം സങ്കീർണമാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ സങ്കീർണതയെ മനസ്സിലാക്കിയല്ല ഉപയോഗിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത് എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ തിരിച്ചടിയത്. ശക്തമായ ഒരു പ്രതിപക്ഷത്തെയോ ശക്തമായ ഒരു എതിരാളിയെയോ ആണ് കമ്മ്യൂണിസത്തെ എതിർത്ത ഒരു ജനതയ്ക്ക് അവിടെ ആവശ്യമായിരുന്നു. ആ ആവശ്യം തന്നെയാണ് ഇന്ന്
ആ ആവശ്യത്തിലേക്ക് തന്നെയാണ് ഇന്ന് ബംഗാളി ജനത എത്തുന്നത്. ആ ആവശ്യത്തോട് നീതി പുലർത്താൻ അല്ലെങ്കിൽ ആ ആവശ്യം തിരിച്ചറിയാൻ മോഡിയാണോ രാഹുലാണോ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ബംഗാളിലെ സീറ്റുകൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് സീറ്റുകളുടെ എണ്ണമാവാം, അവിടുത്തെ ജാതി മത സമവാക്യമാവാം. അവിടെ നിന്നുമാണ് നമ്മൾ മോഡിയുടെ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. RSS എന്ന ആശയത്തോട് യോജിക്കാൻ കഴിയാത്തവരോ അതെന്താ എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്തവരായ ഒരു പിടി ആളുകൾ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ഒരു പതിറ്റാണ്ട് 1.5 പതിറ്റാണ്ടാണ് ഇപ്പോൾ കടന്നു പോയത്. ലോകമെമ്പാടുമുള്ള വലതുപക്ഷ വൽക്കരണത്തിൻ്റെ ഭാഗമായി സ്വന്തം പൈതൃകത്തിൽ അഭിമാനം കൊള്ളുന്ന അതിലധിഷ്ഠിതമായ ഒരു രാഷ്ട്രസങ്കല്പം ഉണ്ടാവണമെന്ന് വിശ്വസിക്കുന്ന ആളുകളെ തീവ്രവാദികളല്ല എന്ന് കരുതുന്ന ഒരു ജനത ഉയർന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് ഇതും സംഭവിച്ചത്. BJPയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ BJPയുടെ മുഖമായി നമ്മൾ കാണുന്ന, ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം കേരളത്തിൽ എങ്കിലും നമ്മൾ കാണുന്ന പല വ്യക്തികൾക്കും RSS എന്ന സംവിധാനത്തോട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു സംഘപരിവാറുകാരനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. RSSനും BJPക്കും തമ്മിലുള്ള അതിര് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സമസ്തയുടെയും ലീഗിൻ്റെയും കാര്യത്തിൽ പറയുന്നതില്ല. സമസ്ത എത്രമാത്രം തീവ്രമായാണോ അത്രമാത്രം തീവ്രത കുറഞ്ഞതാണ് തങ്ങളെന്ന് ബോധിപ്പിക്കാൻ ശ്രമിച്ച ഒരു നേതൃത്വ നിര മുസ്ലിം ലീഗിൽ ഉണ്ടായിരുന്നൊരു ഘട്ടത്തിൽ വലിയൊരളവോളം അത് മതേതര മുഖം എന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് നടക്കാൻ കോൺഗ്രസിനും വലിയൊരളവോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിയും. അതിനിപ്പോൾ അവർക്ക് കഴിയുന്നില്ല എന്നതുപോലെ തന്നെയാണ് RSSൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഒരു രാഷ്ട്രീയ ആദർശ മുഖം എന്നതിനപ്പുറം ഒരു ആശയ സംഹിതയായിട്ട് RSSനെ വിശ്വസിക്കാൻ ഇന്ത്യൻ ജനത തയ്യാറാവുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സാങ്കേതികവിദ്യയുടെ ഉരുത്തിരിവോടുകൂടി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പൊളിച്ചെഴുത്തുകൾ ഉണ്ടാവുമെന്ന് വിശ്വസിൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് മതവും ഭാഷയും ഇന്നലകളും എല്ലാം ചേരുന്ന പുതിയൊരു സാംസ്കാരിക സംവിധാനമാണ് ലോകമെമ്പാടും ഉയർന്നു വരുന്നത്. നിരീശ്വരവാദികളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ മോഡി എന്ന വ്യക്തിയും RSS എന്ന സംവിധാനവും തമ്മിൽ, RSSലൂടെ കടന്നു വന്ന മോഡിയും RSS എന്ന സംവിധാനം തമ്മിലുള്ള ഒരു പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വലിയൊരളവോളം നമ്മുടെ മുന്നിൽ പ്രകടമാണ്. പലതുകൊണ്ടും ഒരു സർവശക്തനായി സ്വയം ഉയർന്നു വരാൻ ശ്രമിച്ച മോഡി അടക്കമുള്ള ആളുകൾക്ക് RSS തന്നെ ഒരു കടിഞ്ഞാണിട്ടു എന്നത് തിരഞ്ഞെടുപ്പ് ഫലം നമ്മളെ കാണിക്കുന്നു. മറ്റു പല ഘടകങ്ങളുണ്ട്, നമ്മൾ മറ്റു വീഡിയോ ചർച്ച ചെയ്തു. വലിയ അളവോളം ആ കടിഞ്ഞാൺ ഇട്ടെങ്കിലും നമ്മൾ മറ്റൊരു വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. കന്യാകുമാരിയിലേക്കും മഹാത്മാഗാന്ധിയിലേക്കും പോയ മോഡിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോഴും പൂർണ്ണമായും ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് നമുക്കിത് ലോകത്ത് പറയാൻ കഴിയുന്ന ഏറ്റവും ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ മോഡി തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ പലതുകൊണ്ടും ഇപ്പോൾ എത്തുന്നത്. ബ്രിജ്ഭൂഷൻ്റെ കാര്യത്തിലായാലും കർഷക സമരത്തിൻ്റെ കാര്യത്തിലായാലും ഹിന്ദുത്വ ആശയങ്ങളുടെ കാര്യത്തിലായാലും ഒരു രീതിയിലും നരേന്ദ്രമോദി പുറകോട്ട് പോയിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയാണ് തന്നെ ഉയർത്തിക്കാട്ടേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഗാന്ധിയെ ഇകഴ്ത്തിക്കൊണ്ട് അവഗണിച്ചുകൊണ്ടുള്ള ഒരു അന്താരാഷ്ട്ര മുഖം ഒരിക്കലും കൈവരില്ല എന്നുള്ള തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് ഉള്ളെടുത്തുന്നതുകൊണ്ടാണ്, ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്.
അവിടെയാണ് നമ്മൾ മുമ്പ് വീട് പറഞ്ഞതുപോലെ ഗോൾവാർക്കും സവർക്കറും എല്ലാം ബിംബങ്ങളായി വരുന്ന RSS സൃഷ്ടിക്കുന്ന അസ്ഥിരത അല്ലെങ്കിൽ അസ്വസ്ഥത BJP എന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ഒരു അന്താരാഷ്ട്ര മുഖത്തിന് സൃഷ്ടിക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് വളരെ പ്രധാനം. നേരത്തെ പറഞ്ഞ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയുന്നത് ഒരു കോൺഗ്രസ് പ്രസ്ഥാനം പോലെ ഒരു വലിയ ആൾക്കൂട്ടമായിട്ട് മാറാൻ BJPക്ക് കഴിയുന്നു എന്നതാണ്. മണിപ്പൂരടക്കമുള്ള വിഷയങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു വാതിലുകൾ തുറന്നിടുന്ന അല്ലെങ്കിൽ ബോട്ട് അതിർത്തിയിൽ തടയാത്ത ആളായിട്ട് ലോകമെമ്പാടും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുമ്പോഴും അത്തരമൊരു മുഖം നരേന്ദ്രമോദിക്ക് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു മുഖം അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്കായാലും പോപ്പിനായാലും ഉത്തരേന്ത്യയിലെ മിഷണറികൾക്കായാലും മോഡിയുടെ സാന്നിധ്യം പലതുകൊണ്ടും അനിവാര്യമായതാണ്. എന്നാൽ അവിടെയാണ് നമ്മൾ കേരളത്തിലെ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും BJP RSS നേതൃത്വത്തിലേക്ക് നമ്മൾ കടന്നു. ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അമ്പലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സ്ത്രീകളുടെ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, അല്ലെങ്കിൽ ഗോൾവാർക്കറും ബ്രാഹ്മണീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം RSSൻ്റെ നയങ്ങൾ പലതുകൊണ്ടും നരേന്ദ്രമോദിയുടേതിൽ നിന്ന് വിഭിന്നമാവുന്നത് നമ്മൾ കാണുന്നു. വലതുപക്ഷ വ്യതിയാനം സംഭവിച്ച രാജ്യങ്ങളിലെല്ലാം സംഭവിക്കുന്നതിനേക്കാൾ ഭിന്നമായി അല്ലെ അതിൽ നിന്ന് വിഭിന്നമായി മുസ്ലിം വോട്ടുകൾ ഒഴിച്ചുള്ളവയെല്ലാം മുസ്ലിം സമൂഹത്തിലെ പുരോഗമനവാദികളും വനിതകളടക്കമുള്ള വോട്ടുകൾ ഒഴിച്ചു നിർത്തിയാൽ മുസ്ലിം വോട്ടുകൾ ഒഴിച്ചുള്ള മറ്റെല്ലാ വോട്ടുകളും സ്വന്തമാക്കാൻ ഉള്ള രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ ശൈലി മുന്നോട്ട് പോകുന്നത്. അത് വലിയൊരളവോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റേതായ പ്രതിനിധികൾ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങളിൽ വലിയൊരളവോളം RSS തന്നെയാണ് നരേന്ദ്രമോദി പിന്നോട്ടടിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജാതി സെൻസസ് വഴി തീവ്രദേശീയത ഇല്ലാത്ത രാജ്യസ്നേഹത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ രാജ്യത്തോട് കൂറുള്ള ആരാണെങ്കിലും അവർ നിരീശ്വരവാദി ആണെങ്കിൽ തന്നെയും അവർക്ക് കൂടി ഉള്ളതാണ് ഇന്ത്യ എന്ന രീതിയിലുള്ള ഒരു ചിത്രം നരേന്ദ്രമോദി നൽകുമ്പോൾ ആ ചിത്രത്തെയാണ് RSS വലിയൊരളവോളം പുറകോട്ടടിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായി മനസ്സിലാക്കിയ വിരലെണ്ണാവുന്ന കുറച്ച് ആളുകളിൽ ഒരാളാണ് നരേന്ദ്രമോദി. മറ്റൊന്നാണ് നമ്മൾ മുഹമ്മദ് റിയാസിനെ നമ്മൾ പറയുന്നത്. വഴിയിൽ നിന്ന് കിട്ടിയ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് വേൾഡ് ബാങ്കിന് വില പറയാൻ പോയ ഒരു വ്യക്തിയിൽ നിന്നും വളരെ പതിഞ്ഞ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മുഹമ്മദ് റിയാസ് മാറിയത് നമ്മൾ കാണുന്നു. സച്ചിൻ ദേവിനെയും റിയാസിനെയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനകീയ മുഖം നൽകാൻ ശ്രമിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമ്മൾ കാണുന്നു. SFIയും DYFIയും ഒക്കെ കൈവിട്ട് പോയെങ്കിൽ പോലും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ മാറ്റം വരുത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തുന്ന അതേ മുന്നൊരുക്കം നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നാൽ അവിടെയാണ് സമസ്തയുടേതിന് സമാനമായൊരു വിലങ്ങുതടിയായിട്ട് RSS നമ്മുടെ മുന്നിൽ വരുന്നത്. അവിടെയാണ് നമ്മൾ മൂന്നാമത്തെ ബംഗാളിലെ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കാൻ പോകുന്ന മൂന്നാമത്തെ വ്യക്തിയായ രാഹുൽ ഗാന്ധിയിലേക്ക് എത്തി. ജനാധിപത്യവാദിയായ ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായി തന്നെ ഒരു രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകിയ ഒരുപാട് ആളുകൾ ഒരാളാണ് ഞാൻ. എന്നാൽ സ്വയം ഒരു ബിംബമായി, സ്വയം അതിമാനുഷികനായി ഉയർന്നു വരുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തോട് ചെയ്യുന്ന എന്താണെന്ന് സ്വയം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്നിലേക്കും തൻ്റെ ആശ്രിതരിലേക്കും തൻ്റെ അടിമകളിലേക്കും ചുരുങ്ങുന്ന ഒരു സോണിയാഗാന്ധി രാഷ്ട്രീയത്തിന് അതേ ശൈലി തന്നെയാണ് രാഹുൽ ഗാന്ധി പിന്തുടരുന്നത്. ക്രിയാത്മകമായി സർഗാത്മകമായ വിഷയങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാവാത്ത രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിൻ്റെ പരിമിതികളെ ഉയർത്തി കാട്ടുക എന്നത് മാത്രമാണ് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം എന്ന രീതിയിലേക്കാണ് പഠിച്ചത്.
നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്ത് പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലൊരു മുസ്ലിം പ്രീണനത്തിൻ്റെ വക്താവായിട്ട് രാഹുൽ ഗാന്ധി മാറുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. അവിടെയാണ് നമ്മൾ ബംഗ്ലാദേശിലേക്കും ബംഗാളിലേക്കും മടങ്ങിയത്. മമതാ ബാനർജിയുടെ കോട്ട തകരുമ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള വെള്ളം മാത്രമല്ല അവിടെ എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജമ്മു കാശ്മീരിലെ തിരഞ്ഞെടുപ്പ് ഒഴിപ്പാട് അകലെയാകുമ്പോൾ ദേശീയത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. ആ ദേശീയതയിൽ ഞങ്ങളുമുണ്ട് എന്ന ധാരണ സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ദിവസം 1 മണിക്കൂറിൽ 35 പ്രാവശ്യം സംഘപരിവാർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നുള്ളത് തെറ്റായ ധാരണ. കാരണം നേരത്തെ നമ്മൾ മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്യുന്ന പോലെ ദേശീയത എന്നതോ മതരാഷ്ട്രം എന്നതോ ഒരു തെറ്റാണ് എന്ന് ചിന്തിക്കാത്ത വലിയ കൂട്ടം ആളുകൾ ഉയർന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ഉണ്ടെങ്കിൽ BJP ഉണ്ടായാൽ എന്താ എന്ന് ഹിന്ദു സമൂഹം ചിന്തിച്ചു തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ജോർജ് കുര്യനിലൂടെ പോപ്പിലൂടെ ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് വലിയൊരു പാലം മോഡി തുറന്നിട്ടിരിക്കുമ്പോൾ, ഇസ്ലാമിക ഭീകരവാദം വലിയ രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കരിക്കാൻ വേണ്ടി വരെ കോളേജുകളിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ നയങ്ങളിലേക്ക് കടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയേണ്ടിയിരിക്കും. അവിടെയാണ് നേരത്തെ ആം ആദ്മി അടക്കമുള്ള രാഷ്ട്രീയ പ്രസക്തി ഉയർന്നു. ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരെ അതപ്പതിച്ച കെജ്രിവാൾ അടക്കമുള്ളവർക്ക് വലിയൊരു സാധ്യതയാണ് ഈ തോന്നുന്നത്. കെജ്രിവാളിൻ്റെ വിഷയത്തടക്കമുള്ള രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയാണ് നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കെജ്രിവാളിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കാത്തത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധിയുടെ ആത്മാർത്ഥതയെക്കുറിച്ചുമെല്ലാം വലിയ രീതിയിൽ ചോദ്യം ഉയരുന്നത് അവിടെയാണ്. ബംഗ്ലാദേശിലെ അഭയാർത്ഥി ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമമായാലും ബംഗാളിലെ ആശുപത്രിയിൽ നടന്ന കൂട്ടബലാത്സംഗമായാലും കെജ്രിവാളിൻ്റെ ജയിൽവാസമായാലും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുള്ളത് നമുക്കിതുവരെ ഇന്ത്യൻ ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നു. ഒരുപക്ഷെ കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ അനിൽ മുഹമ്മദിനെ പോലെ ചില യൂട്യൂബ് ചാനലുകാർക്ക് ഒഴിച്ച്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിലെ രാത്രി 9 മണിയുടെ അന്തിച്ചർച്ചയ്ക്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വിഖ്യാതമായ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മീഡിയ വണ്ണിൽ രാത്രി 9 മണിയുടെ ഓക്സ്ഫോർഡ് ചർച്ചയായാലും അത്തരം ചില മഹാനുഭാവന്മാർക്ക് ഒഴിച്ചു നിർത്തിയാലും മറ്റുള്ളവർക്ക് ആർക്കും ഒരു ജനാധിപത്യവാദിയായ വ്യക്തിയിലൂടെ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിത്രം നമുക്ക് ലഭിച്ചു എന്ന വിഷയം, ആ ചിത്രം തന്നെ വ്യാജമാണ് എന്നതാണ് കെജ്രിവാളിനടക്കമുള്ള വിഷയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബംഗാളിലൂടെ പുതിയൊരു വഴി തുറക്കുകയാണ്. ദേശീയ രാഷ്ട്രീയവും പ്രാദേശികവാദമോ ദേശീയവാദമോ ആകാതെ കൂടിച്ചേർന്ന് പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു. മായാവതി അടക്കമുള്ള പ്രാദേശിക ശക്തികൾ ചുരുങ്ങിപ്പോകും നമ്മൾ കാണുന്നു. ദേശീയ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക്, ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അതിതീവ്ര ദേശീയത ഉപയോഗിക്കാതെ തന്നെ കടന്നു വരാൻ കഴിയുന്ന മറ്റൊരു സംസ്ഥാനമായിട്ട് ബംഗാൾ കൂടി മാറാൻ പോവുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നേരിട്ട് നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിട്ട് അംഗം കുറിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ബംഗാൾ മാറുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഒരു 25 വർഷം മുമ്പ് പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ സീറ്റുകൾക്ക് വേണ്ടി കോൺഗ്രസും BJPക്കും ഒക്കെ കാത്തു നിന്നിരുന്ന
ഒരുപാട് സംസ്ഥാനങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെ അല്ലാതായി മാറിയിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ ഒന്നായിട്ട് ബംഗാൾ മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ലഭിക്കുന്ന 20 സീറ്റുകൾ 10-10 BJPക്ക് കോൺഗ്രസിനുമായിട്ട് വീതിച്ചു പോകുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ചെലുത്താൻ പോകുന്ന സ്വാധീനം എന്താണെന്നുള്ളത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഇന്ത്യൻ പാർലമെൻറ്റിലെ സാന്നിധ്യം തന്നെ നമ്മളോട് പറയും. കേരളത്തിലെ 2020 മുതൽ ആം ആദ്മി പാർട്ടി വരെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇതൊരു തിരിച്ചറിവിനുള്ള അവസരമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഒരു സാധ്യത കൂടിയാണ്. ഞാനാണ് രാജ്യം, ഞാനാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ നാട്ടിലെ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആകുള്ളൂ. ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭാവി നിർണ്ണയിക്കുന്ന രീതിയിൽ ഭരണകൂടങ്ങളായി മാറുമ്പോൾ അത് എങ്ങനെ ഇന്ത്യ എന്ന വിശാലത ഉൾക്കൊള്ളുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാൽ ഈ പ്രാദേശിക രാഷ്ട്രീയ സംവിധാനങ്ങൾ പ്രാദേശിക ഭൂമിയുടെ അഭിവൃദ്ധിക്കല്ല, പ്രാദേശിക വാദത്തിനുള്ള വേദിയായിട്ട് മാറുമ്പോൾ തീർച്ചയായും ഇന്ത്യ എന്ന വിശാലത ഉൾക്കൊള്ളുന്ന ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളല്ലേ നല്ലത് എന്നൊരു ധാരണയിലേക്ക് നമ്മൾ എത്തുകയാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ സ്വിംഗ് സ്റ്റേറ്റുകൾ പോലെ ഉറച്ച കോട്ടകളെല്ലാം ഇന്ന് സ്വിംഗ് സ്റ്റേറ്റുകളായി മാറി. ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദളിത് വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്രീമി ലെയറും സെൻസസും റിസർവ് സംവരണവുമെല്ലാം ഏത് രീതിയിലാണ് പുതിയ സാമൂഹിക ഘടനയെ നിർണ്ണയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. 1-2 സംസ്ഥാനങ്ങളിൽ കൂടി BJPയും കോൺഗ്രസും നേരിട്ട് ഏറ്റുമുട്ടുകയും ആ സംസ്ഥാനത്തെ ഒരു നേതാവിനെ മുഖമായി ഉയർത്തിക്കൊണ്ട് ഈ 2 പ്രസ്ഥാനങ്ങൾക്കും പരസ്പരം നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുകയും ചെയ്താൽ ഇന്ത്യൻ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറുമെന്നുള്ളതാണ് സത്യം. ഓരോ സംസ്ഥാനത്തും മോഡിയും രാഹുൽ ഗാന്ധിയും അല്ല നേരിട്ട് ഏറ്റുമുട്ടേണ്ടത് എന്നുള്ളത് ഒരു വലിയ അളവാണ് നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സുരേഷ് ഗോപി അടക്കമുള്ള വ്യക്തികളുടെ നടപടികളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അപക്വമെന്ന് തോന്നാവുന്ന ഇടപെടലുകൾ നടത്തുമ്പോഴും വയനാട്ടിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വരവടക്കം കാണിക്കുന്നത് ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേരുകയാണ് BJPക്കാരൻ്റെ ദൗത്യം എന്നുള്ളത്. എന്നാൽ BJPക്കാരനോ ദേശസ്നേഹിയോ ആവാൻ നിങ്ങൾ RSSകാരനാവേണ്ട എന്നുള്ളൊരു രീതിയാണ് RSSകാരൻ തന്നെയായ RSSലൂടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ നരേന്ദ്രമോദി പറയുന്നത്. ആ ആശയത്തോടാണ് RSS വിയോജിക്കുന്നത്. കേരള സമൂഹത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ, കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തോട് വലിയ ചായ്വുള്ള ഒരു വലിയ വിഭാഗത്തെ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സമസ്ത എന്ന് പറയുന്ന സംഘടന, ആ സംഘടനയുടെ മറ്റൊരു പതിപ്പ് തന്നെയാണ് തങ്ങൾ എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് RSSലൂടെ. ജനാധിപത്യത്തോടും മതേതരത്വത്തോടുമുള്ള നിഷേധാത്മക കാഴ്ചപ്പാട് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും വലിച്ചെറിയാൻ നരേന്ദ്രമോദി തയ്യാറാകുമ്പോൾ അതിനെ പിന്നോട്ടടിക്കുകയാണ് RSS എന്ന് നമ്മൾ മനസ്സിലാക്കി. അവിടെയാണ് രാഹുൽ ഗാന്ധിയിലേക്ക് നമ്മൾ എത്തേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ പോരാട്ടം, രാഹുൽ ഗാന്ധിയും മോഡിയും തമ്മിലുള്ള പോരാട്ടം മുസ്ലിം സമൂഹത്തിൻ്റെയും ആ സമൂഹത്തിൽ പെടാത്തവരുടെയും തമ്മിലൊരു പോരാട്ടമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ചിത്രം നരേന്ദ്രമോദി സൃഷ്ടിച്ചതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, മുസ്ലിം തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ സക്രിയമായി ഇടപെടാൻ ഉള്ള ആത്മാർത്ഥത രാഹുൽ ഗാന്ധി കാണിക്കാത്തിടത്തോളം കാലം നരേന്ദ്രമോദി അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ശേഷം വരുന്ന ഒരാൾ ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കും. ഇന്ത്യൻ രാഷ്ട്രീയം വിശാലമാവുക, ഇന്ത്യൻ സുരക്ഷാ സേനയെ, ഇന്ത്യയുടെ അഖണ്ഡതയെ
പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ അതിന് ഇന്ത്യയിലെ ഓരോ മതേതരവാദിയും രാഹുൽ ഗാന്ധിയോട് അണച്ചു.